US നാവികസേനയിൽ വൻ ആഭ്യന്തര പ്രക്ഷോഭം. ഹെക്സത്തിന്റെ രഹസ്യം പുറത്ത്. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനവും ആശങ്കാജനകവുമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും അതിലെ ജീവനക്കാരും കടന്നുപോകുന്നത്. പശ്ചിമേഷ്യയിലും ഇന്തോ പസഫിക് മേഖലയിലുമായി നീണ്ടുനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ മാസങ്ങളായി സമുദ്രത്തിൽ തുടരുന്ന ഈ കൂറ്റൻ യുദ്ധക്കപ്പലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. 250 ദിവസത്തിലധികം നീണ്ട ദൗത്യ കാലാവധിയും 200-ലധികം ദിവസത്തെ തുടർച്ചയായ തുറമുഖരഹിത യാത്രയും കപ്പലിലെ നാവികരുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അതിരൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. തുടർച്ചയായി കടലിൽ കഴിയേണ്ടി വരുന്നതിന്റെ അനന്തരഫലങ്ങൾ അവിടുത്തെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ അടിയന്തര സാഹചര്യം മുൻനിർത്തി US സെനറ്റും മുതിർന്ന ജനപ്രതിനിധിയുമായ പറ്റി മുറേയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മറ്റ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനെതിരെ കടുത്ത വിമർശനവും ചോദ്യശരങ്ങളും ഉയർന്നു കഴിഞ്ഞു. പ്രതിരോധ വകുപ്പിന്റെയും നാവികസേനയുടെയും മേൽനോട്ടത്തിൽ വന്ന വീഴ്ചകളെക്കുറിച്ചും നാവികരുടെ സുരക്ഷയെക്കുറിച്ചും അടിയന്തരമായി മറുപടി നൽകണമെന്ന് പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. ലിങ്കൺ കപ്പലിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അവിടെ അനുഭവിക്കുന്ന രൂക്ഷമായ ഭക്ഷണ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ചാണ്. മാസങ്ങളായി വിതരണ ശൃംഖലകൾ തടസ്സപ്പെട്ടതും കരയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും മൂലം ആവശ്യത്തിന് പോഷകാഹാരമോ ശുദ്ധജലമോ ലഭ്യമാകാത്ത അവസ്ഥയിലാണ് ആയിരക്കണക്കിന് വരുന്ന സൈനികരെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭക്ഷണത്തിന് പുറമെ കപ്പലിലെ ശുചിത്വ സംവിധാനങ്ങളും പൂർണ്ണമായും തകരാറിലായ നിലയിലാണ്. പ്ലംബിംഗ് സംവിധാനങ്ങൾ തകരാറിലായതോടെ ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാർക്ക് അടിസ്ഥാനപരമായ ശുചിത്വമുറി സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഒരു വിമാനവാഹിനി കപ്പലിലെ ഇത്തരം അശുചിത്വം വേഗത്തിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുമെന്ന ഭയത്തിലാണ് സൈനികർ. നാവികരുടെ മാനസികാരോഗ്യത്തിലുണ്ടായ പെട്ടെന്നുള്ള തകർച്ചയാണ് ഈ പ്രതിസന്ധിയുടെ ഏറ്റവും ഭയാനകമായ വശം. മാസങ്ങളോളം കുടുംബത്തിൽ നിന്നും പുറംലോകത്തു നിന്നും ഒറ്റപ്പെട്ട് കഠിനമായ ജോലിഭാരം ചുമക്കേണ്ടി വരുന്നത് കപ്പലിലെ ഭൂരിഭാഗം പേരെയും കടുത്ത വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ ഗുരുതരമായതോടെ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ജീവനൊടുക്കാൻ ചില നാവികർ ശ്രമിച്ചതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധക്കപ്പലുകളിൽ മുമ്പ് വിരളമായി മാത്രം കണ്ടുവന്നിരുന്ന ഇത്തരം സംഭവങ്ങൾ സൈന്യത്തിനുള്ളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഗുരുതരമായ സാഹചര്യത്തിലാണ് സെനറ്റർ പറ്റി മുറെ ഇടപെടുന്നത്. നാവികരുടെ ജീവൻ വെച്ച് പന്താടുന്ന രീതിയിലുള്ള പ്രതിരോധ വകുപ്പിന്റെ നിലപാടുകളെ അവർ ശക്തമായി അപലപിച്ചു. രാജ്യത്തെ സേവിക്കുന്ന സൈനികർക്ക് ഏറ്റവും പ്രാഥമികമായ അവകാശങ്ങളും സൗകര്യങ്ങളും നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അവർ വ്യക്തമാക്കി. പെന്റഗണിന് സമർപ്പിച്ച കത്തിൽ സെനറ്റ് ഡെമോക്രാറ്റുകൾ വ്യക്തമായി മറുപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കപ്പലിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ എന്താണെന്നും അവിടെ അനുഭവപ്പെടുന്ന ഭക്ഷണ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ എന്തൊക്കെ അടിയന്തര നടപടികളാണ് സ്വീകരിച്ചതെന്നും പ്രതിരോധ സെക്രട്ടറി വിശദീകരിക്കേണ്ടതുണ്ട്. കൂടാതെ കപ്പലിൽ തുടരുന്ന സൈനികർക്കായി എന്ത് മാനസിക ആരോഗ്യ പിന്തുണയാണ് നൽകുന്നതെന്നും ഇത്തരം കഠിനമായ ദൗത്യങ്ങളുടെ സമയം കുറയ്ക്കുന്നതിന് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നും അവർ ചോദിക്കുന്നു. ഇതിനു പുറമെ അടിയന്തരമായി കപ്പലിൽ ഒരു തുറമുഖ വിശ്രമം അനുവദിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. US സൈന്യത്തിന്റെ ദീർഘകാല ദൗത്യ നയങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നം കൂടിയാണ് USS എബ്രഹാം ലിങ്കണിലെ ഈ സംഭവം. ആഗോളതലത്തിൽ സ്വാധീനം നിലനിർത്താൻ സൈനികരെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുകയും അവരെ ദീർഘകാലം കടലിൽ തളച്ചിടുകയും ചെയ്യുന്ന രീതി മാറ്റണമെന്ന മുറവിളി ശക്തമായിട്ടുണ്ട്. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് മാതൃരാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട സൈനികർ തന്നെ ആഭ്യന്തരമായ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത് പെന്റഗണിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൈനികരുടെ വീര്യത്തെയും സേവന സജ്ജതയെയും ഇത് പ്രതികൂലമായി ബാധിക്കും. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഔദ്യോഗികമായി മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനും ലിങ്കൺ കപ്പലിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കാനും പെന്റഗൺ നിർബന്ധിതരായിരിക്കുകയാണ്. USS എബ്രഹാം ലിങ്കൺ നേരിടുന്ന ഈ കടുത്ത പ്രതിസന്ധി കേവലം ഒരു കപ്പലിലെ പ്രശ്നം മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ സൈനിക മാനേജ്മെന്റിന്റെ പരാജയമായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം സൈനികരുടെ ജീവനും മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകാനുള്ള ദൗത്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന മുന്നറിയിപ്പാണ് ജനപ്രതിനിധികൾ നൽകുന്നത്. ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ US പാർലമെന്റിലും രാഷ്ട്രീയ തലത്തിലും വലിയ കൊടുങ്കാറ്റ് ഉയർത്തുമെന്ന് ഉറപ്പാണ്.
കപ്പലിലുള്ള നാവികരെ എത്രയും വേഗം സുരക്ഷിതമായി കരയിലെത്തിക്കാനും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനുമുള്ള നടപടികൾ എപ്പോൾ ഉണ്ടാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.